വിശദമായ വാർത്തകളിലേക്ക്. ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ എൻ.ഡി. അപ്പച്ചൻ രാജിവെച്ചു. കെ.പി.സി.സി നേതൃത്വം രാജി അംഗീകരിച്ചു. ഒട്ടേറെ വിവാദങ്ങൾ നിലനിൽക്കെയാണ് എൻ.ഡി. അപ്പച്ചന്റെ രാജി. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ 4 പതിറ്റാണ്ടിലേറെയായി സജീവമാണ് എൻ.ഡി. അപ്പച്ചൻ. പ്രാഥമിക തലം മുതൽ ഡി.സി.സി പ്രസിഡന്റ് വരെയുള്ള സ്ഥാനങ്ങൾ വഹിച്ചു. 1991 മുതൽ 2002 വരെ ആദ്യഘട്ടത്തിലും 2021 ഓഗസ്റ്റ് 1 മുതൽ രണ്ടാം തവണയുമായി 16 വർഷവും 2 മാസവും ഡി.സി.സി പ്രസിഡന്റായിരുന്നു. അതിനിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ബത്തേരി എം.എൽ.എ, ഹാഡ വൈസ് ചെയർമാൻ എന്നീ സ്ഥാനങ്ങളും വഹിച്ചു. ഡി.സി.സി ട്രഷററായിരുന്ന എൻ.എം. വിജയന്റെ ആത്മഹത്യയും അതുമായി ബന്ധപ്പെട്ടുയർന്ന ആരോപണങ്ങളും ജില്ലയിലെ കോൺഗ്രസിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. വിജയന്റെ കുടുംബം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. ഇതിനു പുറമെ പ്രിയങ്ക ഗാന്ധിയുടെ വയനാട് സന്ദർശനവുമായി ബന്ധപ്പെട്ടും വിവാദങ്ങൾ ഉയർന്നിരുന്നു. തന്നെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് കെ.പി.സി.സി യോഗത്തിൽ താൻ തന്നെയാണ് ആവശ്യപ്പെട്ടതെന്ന് അപ്പച്ചൻ നേരത്തെ പ്രതികരിച്ചിരുന്നു. തനിക്കെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും 1 രൂപ പോലും ആരിൽ നിന്നും വാങ്ങിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അവസാന ശ്വാസം വരെ പാർട്ടിക്ക് വേണ്ടി സാധാരണ പ്രവർത്തകനായി തുടരുമെന്ന് രാജി നേതൃത്വം അംഗീകരിച്ച ശേഷം എൻ.ഡി. അപ്പച്ചൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പറഞ്ഞില്ല, ഈ മിനിറ്റ് വരെ എന്നോടൊന്ന് താങ്കൾ മാറണം എന്നിതുവരെ പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ അങ്ങ് പറ്റിയ ആ സമയം മിനിറ്റിൽ തന്നെ ഞാൻ മാറും. പക്ഷെ കെ.പി.സി.സി പ്രസിഡന്റ് കൺഫേം ചെയ്തു അങ്ങയുടെ രാജി ഇന്നലെ കത്തുന്നു പറഞ്ഞത്. അപ്പൊ അതിനെ കുറിച്ച് എന്താ മറുപടി? കൺഫേം ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ബാക്കി കാര്യങ്ങൾ അങ്ങനെ നീക്കിക്കോട്ടെ, പറഞ്ഞോട്ടെ, ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞോട്ടെ, അങ്ങനെ പറഞ്ഞോട്ടെ. പ്രിയങ്ക ഗാന്ധി എം.പി 10 ദിവസത്തിലധികമായി വയനാട് സന്ദർശനം നടത്തി മടങ്ങിയതിന് പിന്നാലെയാണ് എൻ.ഡി. അപ്പച്ചന്റെ രാജി നേതൃത്വം അംഗീകരിക്കുന്നത്. സി.വി. ഷിബു, വയനാട് വിഷൻ, കൽപ്പറ്റ.